ഹായ് ഓൾ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയാണ്. സ്പാനിഷ് ഡിലൈറ്റിൻ്റെ മിൽക്ക് കേക്കാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു മിൽക്ക് കേക്കാണ്. അതുപോലെ ഇത് ചെയ്തെടുക്കാനും വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്പാനിഷ് ഡിലൈറ്റ് മിൽക്ക് കേക്ക് ചെയ്തെടുക്കേണ്ടത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ സ്പോഞ്ച് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം ആദ്യം ഈ ഒരു ബാറ്ററിലേക്ക് വേണ്ടിയിട്ടുള്ള മിൽക്കിൻ്റെ ആ ഒരു മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണ് ബൂസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പാൽ കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തത് ഇതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. ഇവിടെ 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ടിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ബാറ്റർ എങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടതെന്ന് നോക്കാം. ഇവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്ത് മുട്ട ഇതുപോലെ പൊങ്ങി വന്നാൽ ഇനി ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചായി ഇതിലേക്ക് ഇട്ടെടുക്കാം. അങ്ങനെ മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്യാം. അങ്ങനെ മുട്ടയും പഞ്ചസാരയും ഓയിലും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസും അതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പാലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല, ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആദ്യം കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 ബാച്ചായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ആദ്യം കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം, എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഫ്ലോർ മിക്സ് ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുമിച്ച് ഇട്ട് കൊടുക്കേണ്ട, നമ്മളിപ്പം ഫ്ലോർ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പോലെ ഒരു 2-3 ബാച്ചായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പം കുറച്ച് പാൽ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ കുറച്ച് ഫ്ലോർ മിക്സ് ഇടാം. പിന്നെ വീണ്ടും കുറച്ച് പാൽ ഒഴിക്കാം. അങ്ങനെ ഒരു 2-3 ബാച്ചായിട്ട് ഫ്ലോർ മിക്സും പാലിൻ്റെ ആ ഒരു മിക്സും ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഫ്ലോർ മിക്സും പാലും ഇതിലേക്ക് ഫുള്ളായിട്ട് ആഡ് ചെയ്ത് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഫ്ലോർ മിക്സും പാലൊക്കെ ആഡ് ചെയ്തിട്ട് ഓവർ മിക്സ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ കേക്ക് പൊങ്ങി വരികയും ചെയ്യില്ല, അതുപോലെ കേക്ക് സോഫ്റ്റും ഉണ്ടാവില്ല. അപ്പം ജസ്റ്റ് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് മാത്രം മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പക്ഷേ ഫുള്ളായിട്ടത് മിക്സ് ആവുകയും വേണം. അത് ഫ്ലോർ മിക്സ് ഇട്ടിട്ട് ആ ഒരു ഫ്ലോറിൻ്റെ ആ ഒരു ഇതൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ആവുകയും വേണം. പക്ഷേ ഓവർ മിക്സും ചെയ്യാൻ പാടില്ല. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു കേക്ക് മോൾഡിലേക്ക് ഒഴിച്ചെടുക്കാം. ഞാനിതിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ മോൾഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ മോൾഡിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇനി ഈ ബാറ്റർ ഈ ഒരു മോൾഡിലേക്ക് ഒഴിച്ചെടുക്കാം. ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം എയർ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് പ്രീ ഹീറ്റ് ചെയ്തൊരു പാനിലേക്ക് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഓവൻ ഇല്ലാതെ തന്നെയാണ് കേട്ടോ ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം പ്രീ ഹീറ്റ് ചെയ്തൊരു പാനിലേക്ക് വെച്ചിട്ട് 25 to 30 മിനിറ്റ് വരെ ലോ മീഡിയം ഫ്ലെയിമിൽ ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള മിൽക്കിൻ്റെ ആ ഒരു സിറപ്പ് എങ്ങനെ ചെയ്തെടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഒരു ബൗളിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 കപ്പ് ഫ്രഷ് ക്രീമും പിന്നെ ടോട്ടൽ ഇതിലേക്ക് 1 കപ്പ് പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം 1/4 കപ്പ് പാലിൽ 1.5 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള 1/4 കപ്പ് പാൽ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഇതുപോലെ അല്ലാതെ ഇപ്പം ബൂസ്റ്റിൻ്റെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ ബൂസ്റ്റിന് പകരം ചോക്ലേറ്റ് ഗണാഷ് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. ചോക്ലേറ്റ് ഗണാഷ് കുറച്ച് പാലിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ബൂസ്റ്റിന് പകരമായിട്ട് ആഡ് ചെയ്ത് കൊടുത്താലും മതി. അങ്ങനെ നമ്മുടെ ആ ഒരു മിൽക്കിൻ്റെ സിറപ്പ് ഇതിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ച കേക്ക് ഇതിവിടെ ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഫുള്ളായിട്ട് ചൂട് പോയതിന് ശേഷം മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം. അങ്ങനെ കേക്കിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം ഇതുപോലൊരു കണ്ടെയ്നറിൽ കേക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കണ്ടെയ്നറിലാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം കേക്ക് കുറച്ച് വലിപ്പം കൂടുതലായത് കൊണ്ട് തന്നെ ഈ ഒരു കണ്ടെയ്നറിൻ്റെ വലുപ്പത്തിൽ കേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് വെച്ചതിന് ശേഷം ഇനി നമുക്ക് ഈ ഒരു സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിന് മുൻപായിട്ട് കേക്കിൻ്റെ എല്ലാ ഭാഗത്തും സിറപ്പ് എത്താൻ വേണ്ടിയിട്ട് ഒരു ഫോക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം.
ഇനി ഈ ഒരു സിറപ്പ് ഈ ഒരു കേക്കിലേക്ക് ഒഴിച്ചെടുക്കാം. പിന്നെ ഒഴിക്കുന്നതിന് മുൻപായിട്ട് കുറച്ച് സിറപ്പ് വേറൊരു കണ്ടെയ്നറിൽ, ചെറിയൊരു കണ്ടെയ്നറിൽ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ മിൽക്ക് കേക്ക് കഴിക്കുമ്പോൾ ഈ ഒരു സിറപ്പ് ഒഴിച്ചിട്ടാണല്ലോ കഴിക്കുക. അതുകൊണ്ട് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സിറപ്പ് അവിടെ മാറ്റി വെച്ചിട്ടുള്ളത്. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പം ബാക്കിയുള്ള സിറപ്പ് ഈ ഒരു കേക്കിലേക്ക് ഫുള്ളായിട്ടൊന്ന് ഒഴിച്ചെടുക്കാം. ആ ഒരു ഫ്രഷ് ക്രീം ശരിക്കും ഒന്ന് മിക്സ് ആവാത്തത് കൊണ്ടാണ് കേട്ടോ ഇതാ കേക്കിൻ്റെ മേലെ ആ ഒരു ഫ്രഷ് ക്രീമിൻ്റെ ആ ഒരു ചെറിയ ഇങ്ങനെ അതിന് മേലെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. അത് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിന് മേലെയായിട്ട് കുറച്ച് ഈത്തപ്പഴം ഇതുപോലെ ഇങ്ങനെ ചെറിയ പീസായിട്ട് ഇട്ട് കൊടുക്കാം. ഈത്തപ്പഴം ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിത് കുറച്ച് ഈത്തപ്പഴം ഇതുപോലെ ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് ഇതിന് മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു എത്രയാണ് വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അത്ര എടുക്കുക. ഞാൻ 1/4 കപ്പിലും കുറച്ച് കൂടുതൽ വിപ്പിംഗ് ക്രീം എടുത്തിട്ടാണ് കേട്ടോ ബീറ്റ് ചെയ്തെടുത്തത്. അപ്പം ബീറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കും അതുപോലെ കുറച്ച് വാനില എസൻസും ആഡ് ചെയ്തിട്ടാണ് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അതൊരു ഐസിങ് ബാഗിലേക്ക് ആക്കി കൊടുക്കുക. ഒരു നോസിലിട്ടിട്ട് ഞാൻ Nur N1 നോസിലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പം നോസിലിട്ടിട്ട് വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ഫില്ല് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിന് മേലെയായിട്ട് കുറച്ച് പ്രലൈൻസും ചെയ്തിട്ട് പൊടിച്ചെടുത്തിട്ട് ഇതിന് മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം പ്രലൈൻസ് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ നമ്മൾ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. അപ്പം കുറച്ച് പ്രലൈൻസ് ഇതുപോലെ ഇങ്ങനെ പൊടിച്ചിട്ട് ഇതിന് മേലെ ഇട്ട് കൊടുക്കാം. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗണാഷും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ മിൽക്ക് ചോക്ലേറ്റ് ഗണാഷാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് വേണമെങ്കിൽ മിൽക്ക് ചോക്ലേറ്റിന് പകരമായിട്ട് ഡാർക്ക് ചോക്ലേറ്റും യൂസ് ചെയ്യാം. അപ്പം രണ്ടും സെയിം റേഷ്യോയിൽ നമുക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു സെയിം റേഷ്യോയിൽ എടുക്കാം. ഇതുപോലെ ഡാർക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റും അതുപോലെ വിപ്പിംഗ് ക്രീമും സെയിം റേഷ്യോയിൽ എടുക്കാം. ഞാനിപ്പം മിൽക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ചോക്ലേറ്റ് ഗണാഷ് ഇതിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതും ഇതിന് മേലെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്പാനിഷ് ഡിലൈറ്റ് മിൽക്ക് കേക്ക് ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം മാത്രം സെർവ് ചെയ്താൽ മതി. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു കണ്ടെയ്നറിൽ കുറച്ച് സിറപ്പ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പം ഇതാണ് കേട്ടത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയായിട്ടുള്ളൊരു മിൽക്ക് കേക്കാണ്. അപ്പം എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് കേട്ടത്. അപ്പം എന്തെങ്കിലും ട്രൈ ചെയ്യുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.